ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, ആദ്യമായി നമുക്ക് ഈ ചേച്ചിയുടെ വീഡിയോ നോക്കി നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചേച്ചിമാരുടെ ഓരോരോ ലീലാവിലാസങ്ങൾ. അടുത്തൊരു വീഡിയോ നോക്കാം. ഈ ചേച്ചിയുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ടങ്കിങ് ടെക്നിക്കാണ്. ഇതേപോലെ വൈറലാകാൻ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, മൂക്ക് കൊണ്ട് ഇക്ഷ ഇക്രങ്ങ വരയ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നാവ് കൊണ്ട് ഇക്ഷ ഇക്രങ്ങ വരച്ചു പഠിക്കണം. ആദ്യം ഈ എഴുതി പഠിക്കണം. അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് കുറച്ച് പെയിന്റ് വാങ്ങുക. കുറച്ച് പെയിന്റ് വാങ്ങിച്ചിട്ട് നാക്കിങ്ങനെ നീട്ടുക. നാക്കിങ്ങനെ മുക്കുക. ആദ്യം മലയാളം മീഡിയം നാക്കുകൊണ്ട് അതിന് ഈ അങ്ങനെ ഊർ എഴുതിയിട്ട് കായ്ക്കുന്ന എഴുതിയിട്ട് ഏറ്റവും ഫൈനൽ ഒരു ടെസ്റ്റ് പോലെ നമ്മൾ എഴുതേണ്ടത് നാവുകൊണ്ട് ഇക്ഷ ഇക്ര ഇഞ്ഞ ഇത്രയും കൂടെ എഴുതി പഠിക്കുമ്പോൾ നമ്മുടെ ഈ ചേച്ചിയെ പോലെ അടിപൊളി വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ നോക്കാം. വള്ളി അങ്ങ് പൊട്ടിയാവുള്ള അവസ്ഥ. പൊട്ടിയാവ് ചേച്ചി ഒരു ട്രെൻഡായിട്ട് എടുക്കും. അടുത്ത വീഡിയോ കേട്ടിരിക്കും. ഇൻസ്റ്റാഗ്രാമിന് സെൻസർ ബോർഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തെങ്ങ് കിട്ടാലും അവരങ്ങ് അപ്രൂവ് ചെയ്ത് വിടുകയല്ലേ. ആ വള്ളി ഇവിടെ നിന്നങ്ങ് പൊട്ടണം. അവിടെ നിന്ന് പൊട്ടുമ്പോ സൂപ്പറായിരിക്കും. അടുത്ത വീഡിയോ. ഗൗരിക്കുട്ടി കുട്ടനാട്ടിൽ മുങ്ങും, മൺറോത്തുരുത്തിൽ പൊങ്ങും, കരിമീൻ ഫ്രൈ അടിക്കും, കള്ളുമടിക്കും. കൊള്ളാം ചേട്ടാ, ചേട്ടാ കൊള്ളാം. അറിയാൻ മേലാന്ന് ചോദിക്കാൻ ഐഡിയാണോ തോന്നുന്നു കേട്ടോ. അപ്പിക്കാടൻ കുഞ്ഞുണ്ണി എന്ത് ഇത്ര ഇങ്ങനെ വെറുപ്പിക്കുന്നതിനാണ്? ഒരാൾക്ക് ഇത്രത്തോളം ഇങ്ങനെ വെറുപ്പിക്കുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? ഇതെന്തോന്നാണ് ഈ ഒരു സ്റ്റെപ്പ്? അങ്ങനെ മോന്ത നോക്ക്, നച്ചല് ചുണ്ടനെ പോലെ ഇരിക്കുന്നത്. വൈറലാവാനായിട്ട് എന്തും ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ്. ഒരു വീഡിയോ ഇവിടെ കണ്ടു. ഇതെന്താണെന്നറിയാമോ? ഇവനാണ് കപ്പവാഴ. എനിക്ക് ഈ കപ്പവാഴ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ നോർമൽ അല്ലെന്ന് തോന്നുന്നു. നോർമൽ അല്ല കേട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. നോർമൽ അല്ല. 2025 ഈ കപ്പവാഴയിലെ കൊലയാണ് വെട്ടി തിന്നേണ്ടത്. വാഴ പിടിച്ചിരിക്കുന്നത് 2025 വരും. മലർത്തിയടിക്കുന്ന കപ്പവാഴ. ഇവനാണ് കേറ്റിയടിക്കുന്ന കപ്പവാഴ. നല്ല കൊലച്ചു വീഴുന്ന കപ്പവാഴ. അതിനെ വാഴ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്തിന്? നമ്മള് വാഴ നടും.
കൊലയ്ക്കുമ്പോ വെട്ടും. ഇവന്തോ തുണിയൊക്കെ പൊക്കി വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിരിക്കണം, വാഴയും കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത്. നല്ല കൊലയുള്ള കപ്പവാഴ. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി. കയറ്റി അടിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി. എന്റെ 2025 കൊലയെ നീ കൊലയായിട്ട് വരൂ, എന്റെ കപ്പക്കൊലയെ നീ വരൂ, കടന്നു വരൂ. ഇവ ഏതോ പ്രാന്താശുപത്രി ചാടി വന്നേണെന്ന് തോന്നുന്നു. ഇവ എന്ത് പറയുന്ന ഇവന് തന്നെ മനസ്സിലാവുന്നില്ല. 2025 കടന്നു വരൂ. മലർത്തിയടിക്കും, കേറ്റിയടിക്കും, ചുറ്റിയടിക്കും, കപ്പയടിക്കും, കപ്പ തിന്നും. കപ്പ നല്ല കപ്പ, കിംബോയിയുടെ കപ്പ, കപ്പവാഴേ കപ്പവാഴേ. നച്ചില് ചുണ്ട ചെയ്യാൻ ഇവന് ഒരു ഇതുമില്ല, ഒരു കണ്ടന്റും ഇല്ല. അപ്പൊ വാഴ കെട്ടിപ്പിടിച്ചെടുത്ത് തുണിയും പൊക്കി വെച്ചോണ്ട് നിക്കാണ്. ഒരു ഒട്ടിയിരിക്കണെന്ന് തോന്നുന്നു. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി. എന്റെ 2025 കൊലയെ നീ കൊലയായിട്ട് വരൂ, എന്റെ കപ്പക്കൊലയെ നീ വരൂ, കടന്നു വരൂ. ഇങ്ങേര് പറയുന്ന പോലെ വൈറലാവാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. വേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി. വെറുതെ എന്ത് ചെയ്യാ ഇങ്ങനെ. എന്നിട്ട് ആരെങ്കിലും പേരങ്ങ് ഗൗരിക്കുട്ടി 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 ഇങ്ങനെയൊക്കെ പാടുക. അതും ഒരു മെത്തേഡ് അങ്ങനെ പറഞ്ഞ്. പിന്നെ അടുത്തൊരു മെത്തേഡ്, നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് വാഴയോ തെങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ തുണി പൊക്കി വയ്ക്കുക, എന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഇവിടെ നന്നിട്ടങ്ങ് ചേർന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് വായിൽ തോന്നണമൊക്കെ വിളിച്ച് പറയാം. അതായത് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് പറയണമെന്ന് എന്തിനാണെന്ന് ബോധം ഉണ്ടാകാൻ പാടില്ല. ബോധമില്ലാത്ത രീതിയിൽ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക. എന്നിട്ട് കയറ്റിയടിക്കും, കെട്ടിപ്പിടിക്കും, വിട്ടി തിന്നും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുക. അപ്പോഴും നിങ്ങൾക്ക് വൈറലാണ്. അതാണ് ഈ ചേട്ടനൂടെ പറഞ്ഞത്. ഈ അപരാധങ്ങൾ കണ്ട് എനിക്ക് ഭ്രാന്തായി. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ബൈ.